അപ്പോൾ ടെക്നോ പാർക്കിൽ നിന്നോ ശ്രീകാര്യത്ത് നിന്നൊക്കെ ഏകദേശം 15-20 മിനിറ്റ് മാത്രമാണ് നമുക്ക് ഇതിലേക്ക് വരാൻ ഡിസ്റ്റൻസ് പറയുന്നത്. 6-7 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് പറയുന്നത്. ഞാണ്ടൂർക്കോണം ജംഗ്ഷനിൽ നിന്നും വെറും 100 മീറ്ററിൽ താഴെയാണ് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു പ്രീമിയം ടൈപ്പ് വില്ലയാണ്. ഞാൻ പറഞ്ഞത് 7 സെൻറ്റിലായിട്ട് 3250 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമോട് കൂട്ടുള്ള കോമൺ അമിനിറ്റീസ് എല്ലാം കൂടിയിട്ടുള്ള ഒരു പ്രീമിയം ടൈപ്പ് വില്ല. നമസ്കാരം, ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ഞാണ്ടൂർക്കോണം ജംഗ്ഷൻ സമയമാണ്. ഞാണ്ടൂർക്കോണം ജംഗ്ഷൻ സമയം 7 സെൻറ്റിലായിട്ട് 3250 സ്ക്വയർ ഫീറ്റുള്ള ഒരു പ്രീമിയം ടൈപ്പ് വില്ലയാണ് നമ്മളിത് കാണാൻ പോകുന്നത്. എല്ലാ കോമൺ അമിനിറ്റീസോട് കൂടി സ്വിമ്മിംഗ് പൂള്, കോൺഫറൻസ് കോള്, അതുപോലെ തന്നെ ജിമ്മ്, 24 hour സെക്യൂരിറ്റി എന്ന് വേണ്ട എല്ലാ കോമൺ അമിനിറ്റീസോട് കൂടിയിട്ടുള്ള ഒരു വാല്യുബിൾ വില്ല അല്ലെങ്കിൽ ഒരു പ്രീമിയം വില്ലയാണ്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു വാല്യുബിൾ പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ വാല്യുബിൾ വില്ലയാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞു. നല്ല രീതിയിലേക്കുള്ള ഒരു റോഡ് ആക്സസിബിലിറ്റിയോട് കൂടിയിട്ടുള്ള ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ വില്ലയാണ്. ഇതൊരു പ്രീമിയം ടൈപ്പ് വില്ലയാണ്. 2-3 കാറ്റഗറികൾ ഇതിനകത്ത് ഓരോ വില്ലാസും വരുന്നത്. ഇതൊരു പ്രീമിയം ടൈപ്പ് വില്ലയാണ് വരുന്നത്. 7 സെൻറ്റിലായിട്ട് 3250 സ്ക്വയർ ഫീറ്റ് ആണ് ഞാൻ പറഞ്ഞു. ഏകദേശം അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു SUV ടൈപ്പ് വണ്ടി പോലെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു കവറേഡ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. നമുക്ക് ധാരാളം വണ്ടികൾ പുറത്ത് കോമൺ ഏരിയയിലേക്ക് പാർക്കിംഗ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് ഈ സൈഡിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചെറിയ കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ എനിക്ക് ചെറിയ സംശയമുണ്ട്. എന്നാലും നല്ല രീതിയിലുള്ള ഗാർഡനിങ് ഏരിയ ആയിട്ടുള്ള ഒരു മുറ്റവും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ ഒരു നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ ഉണ്ട്. ആ സൈഡിൽ നമുക്ക് എൻട്രൻസ് ഉണ്ട്, ഈ സൈഡിൽ എൻട്രൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലേക്കാണ് ഇതിൻ്റെ സിറ്റ് ഔട്ട് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഈ ഡോർ എല്ലാം തന്നെ തേക്കും തടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു ലിവിങ് സ്പേസ് ആണ് നമുക്ക് കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ, നല്ല രീതിയിൽ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലിറ്റി ചെയ്യാനായിട്ടുള്ള, ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റുന്നില്ല, ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, ഇന്റീരിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ ഉള്ള അതിമനോഹരമായ രീതിയിലേക്ക് നമുക്ക് ഏത് വർക്കും അനായാസേനം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ലിവിങ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ചെറിയ രീതിയിലൊരു ഒരു TV യൂണിറ്റ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കിയെന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്പേഷ്യസ് ആണ്. നമുക്ക് ആ ലിവിങ് സ്പേസ് കഴിഞ്ഞ് നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആ സൈഡിലേക്ക് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വാഷ് സ്പേസിനും കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസുകളും കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം, ടോട്ടൽ 4 ബെഡ്റൂമാണ് ഇതിലേക്ക് വരുന്നത്. നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ ബെഡ്റൂമുകളിലും തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് രീതിയിലുള്ള ഇന്റീരിയർ വർക്കൊന്നും ചെയ്തിട്ടില്ല. നോർമൽ ടൈപ്പ് ആയിട്ടൊരു ക്ലാസിക് ടൈപ്പ് അല്ലെങ്കിൽ പ്രീമിയം ടൈപ്പിലാണ് ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ വരുന്നത്. നമുക്ക് ഇവിടെയൊക്കെ തന്നെ നമ്മൾ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ഡിസൈൻ പാറ്റേൺ ഒക്കെ ഒരു ബോർഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ട് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നമുക്ക് ഡ്രസ്സിംഗ് റൂം എന്നുള്ളതിൽ എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല രീതിയിലേക്കുള്ള സ്റ്റോറേജ് സ്പേസുകൾ തന്നെ ധാരാളം കൊടുത്തിട്ടുണ്ട്. ബാത്റൂമുകളുടെ സൈസ് ആയാലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. താഴത്തെ ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോഴും അതും സ്പേഷ്യസിന്റെ കാര്യത്തിൽ യാതൊരു പ്രോബ്ലം ഇല്ല. നല്ല വൈഡ് ആയിട്ടുള്ള സ്പേഷ്യസ്, അതിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു 10 വർഷം കൊണ്ട് ഇതിന്റെ പഴക്കമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ അന്നത്തെ രീതിയിലേക്കുള്ള ഒരു പ്രീമിയം ടൈപ്പിലാണ് ഇതിന്റെ ഒരു പിന്നെ കബോർഡ്സ് കൊടുത്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസുകളുണ്ട്. നമുക്കിനി ഇത് മേടിക്കുന്നവർക്ക് ഇനി വലിയ റിനോവേഷന്റെ ആവശ്യമൊന്നും വരുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഭാഗം, അതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ട് തന്നെയാണ് ഈ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല രീതിയിലേക്കുള്ള ഒരു കിച്ചണാണ് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. സ്റ്റോറേജ് സ്പേസുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇതെല്ലാം തന്നെ ബോർഡിലാണ് ഇതിന്റെ സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്തിട്ടുള്ളത്. ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ ഒക്കെ കുറച്ച് നാളെ യൂസ് ചെയ്തില്ല, ഇപ്പോൾ താമസമില്ലാതെ കിടക്കുകയാണെങ്കിലില്ല. ഇതിന്റെ ഓണർ വന്നിട്ട് വിദേശത്തായതുകൊണ്ട് തന്നെയാണ് അവർ ഇടയ്ക്കിടയ്ക്കും വർഷത്തിൽ 1 മാസമോ അല്ലെങ്കിൽ 10 ദിവസമോ ഒക്കെ മാത്രമാണ് ഇതിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അത് സ്റ്റോറേജ് സ്പേസിലുള്ള കാര്യത്തിൽ ഈ ഒരു പ്രശ്നമില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സ്റ്റോർ റൂമായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെയും അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കിച്ചണിൽ നിന്നും നമുക്കൊരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ അത്യാവശ്യം ക്ലാസ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത്. വലിയ ഹെവി ആയിട്ടുള്ള വർക്ക് ഏരിയ എന്നുള്ള ഒരു മീഡിയം ടൈപ്പ് ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇതിന്റെ ഒരു ഡിസൈൻ പാറ്റേൺ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് അത്യാവശ്യം കുറച്ചും കൂടി സ്റ്റോറേജ് സ്പേസുകളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. താഴെയും നല്ല രീതിയിൽ കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് കൊടുത്തിട്ടുണ്ട്. അവിടെയും നല്ല രീതിയിൽ നമുക്ക് കൃഷി അല്ലെങ്കിൽ ചെറിയ പച്ചക്കറിയൊക്കെ നടാനുള്ള അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അതിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ യാതൊരു പ്രോബ്ലംസും ഇല്ല. അതുപോലെ ആ സൈഡിലേക്ക് ഒരു നനകല്ലും കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഒരു സെർവന്റ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് കയറി പോകുമ്പോൾ സ്റ്റെയർ കേസ് കംപ്ലീറ്റ് ആയിട്ട് ഗ്രാനൈറ്റിന്റെ ഒരു ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ഫ്ലോർ കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. സൈഡ് ഹാൻഡിൽ കംപ്ലീറ്റ് സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഹോൾ ഏരിയയിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അവിടെയും അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയ ഉണ്ട്. നമുക്ക് ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള
നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ കൂടിയാണ്. നമുക്ക് മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമുകളും 2 ബാൽക്കണി ഒരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. നമ്മൾ മുകളിലത്തെ ഫ്ലോറിലേക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ല വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അവിടെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് മീൻസ് ഒരു അലമാരയുടെ ഒരു ചെറിയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ആ സൈഡിലേക്കും ഒരു ചെറിയ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ബോർഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഡ്രസ്സിംഗ് റൂം ഉണ്ട്, അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് ഇതിന്റെ ബെഡ്റൂമുകളെല്ലാം വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സിംഗ് റൂമിലേക്ക് നല്ല രീതിയിലുള്ള അലമാരകൾ പണി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി വരുന്നവർക്കോ അല്ലെങ്കിൽ മേടിക്കുന്നവർക്കോ ഒന്നും ഇനി പ്രത്യേകിച്ച് ഒരെണ്ണം മോഡൽ മാത്രം മാറ്റുന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെയുള്ള അത്യാവശ്യമായിട്ടുള്ള കോമൺ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇതിനകത്തുണ്ട്. ഇത് ഒരു പ്രീമിയം ടൈപ്പിലാണ് ഇതിന്റെ ബാത്റൂം ചെയ്തിരിക്കുന്നത്. അതും അത്യാവശ്യം നല്ല ക്ലാസ് ആയിട്ടും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോഴത്തേക്കും സ്പേഷ്യസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ടെൻഷൻ വേണ്ട. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലേക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെയും അത്യാവശ്യം ഒരു മേശയൊക്കെ ഇട്ട് ആ രീതിയിലേക്ക് ഒരു ചെറിയ വർക്കൊക്കെ ബോർഡിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ടും മനോഹരമായ രീതിയിലേക്കാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു ഡ്രസ്സിംഗ് റൂമും ഒരു ബാത്റൂമും ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് റൂമിൽ നമുക്ക് നല്ല സ്റ്റോറേജ് സ്പേസുകൾ അലമാരയെല്ലാം നല്ല ബോർഡ് വർക്കിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാത്റൂമിലേക്ക് കയറുമ്പോഴും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലേക്കുള്ള ഒരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം ഏരിയ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതും അത്യാവശ്യം ഒരു പ്രീമിയം ടൈപ്പ് ആയിട്ട് ഒരു ടച്ച് തോന്നിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ പാറ്റേൺ കംപ്ലീറ്റ് വന്നിരിക്കുന്നത്. ഇതിന് ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിൽ അട്രാക്റ്റീവ് തോന്നുന്നത് ഇതിന്റെ ഒരു ബാൽക്കണി ഏരിയ ആണ്. നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ നല്ലൊരു വില്ല കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ നല്ലൊരു കണ്ണിന് കുളിർമ തരുന്ന രീതിയിലേക്കുള്ള ഒരു വിഷ്വലൈസേഷൻ ആണ് ഇവിടെ തരുന്നത്. കണ്ടില്ല, എല്ലാ വീടുകളായാലും എല്ലാം ഒരു നല്ല പ്രീമിയം ടൈപ്പിലേക്കും നല്ല രീതിയിലുള്ള കോമൺ അമനിറ്റീസൊക്കെ ആയി നല്ല വെട്ടവും വെളിച്ചവും വായുവും ഒക്കെ കയറുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു ബാൽക്കണി ഏരിയ. ഇതിനെ നമുക്ക് ഒരു രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് നല്ലൊരു ഗാർഡനിങ് ഏരിയയ്ക്കാക്കി, ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തതുപോലെ നിങ്ങളും ഇതിലേക്ക് ഒരു ഗാർഡനിങ് ഏരിയയ്ക്കാക്കി എടുക്കാനായിട്ടുള്ള രീതിയിലേക്കൊക്കെ ഒരു മനസ്സുള്ളവർക്കൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ ധാരാളം സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. മുകളിലത്തെ ഫ്ലോറിൽ നമുക്ക് ധാരാളം യൂട്ടിലിറ്റി സ്പേസ് എന്നുള്ള രീതിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള റൂംസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവിടെയും നല്ല വെളിച്ചം കയറുന്ന രീതിയിലേക്കുള്ള ജനാലകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനും മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകാനുള്ള സ്റ്റെയർകേഴ്സും കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവിടെ നമുക്ക് റൗണ്ട് ആയിട്ട് നടക്കാനായിട്ടുള്ള ഒരു നല്ല വിശാലമായിട്ടുള്ള ഒരു സെക്കൻഡ് ബാൽക്കണി എന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്. ഇതിനെ നമുക്ക് രീതിയിൽ ഒരു വർക്കൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു മനോഹരമായ ഒരു കാഴ്ച കണ്ടില്ല. നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും ഒരു കണ്ണിന് കുളിർമ തരുന്ന രീതിയിലേക്കുള്ള നല്ല കാഴ്ച അല്ലെങ്കിൽ നല്ലൊരു വ്യൂ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ഈ വില്ലയ്ക്കകത്ത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. ഇവിടെയൊക്കെ നല്ലൊരു ഗാർഡൻ ഏരിയ ഞാൻ അപ്പുറത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ സൈഡിലേക്കും ഒരു ഗാർഡൻ ഏരിയ കൊടുക്കാൻ മനസ്സ് അല്ലെങ്കിൽ ഒരു വർക്കൊക്കെ ചെയ്യാനുള്ള ഐഡിയ ഉള്ളവർക്കാണെങ്കിൽ നല്ല മനോഹരമായി ഡെക്കറേറ്റ് ചെയ്യാനുള്ള ആവശ്യത്തിൽ കവിഞ്ഞുള്ള സ്പേസ് ഉണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ ടെക്നോ പാർക്കിൽ നിന്നോ ശ്രീകാര്യത്തിൽ നിന്നൊക്കെ ഏകദേശം 15-20 മിനിറ്റ് മാത്രമാണ് നമുക്ക് ഇതിലേക്ക് വരാൻ ഡിസ്റ്റൻസ് പറയുന്നത്. 6-7 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് പറയുന്നത്. ഞാണ്ടർകോണം ജംഗ്ഷനിൽ നിന്നും വെറും 100 മീറ്റർ താഴെയാണ് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു പ്രീമിയം ടൈപ്പ് വില്ലയാണ്. ഞാൻ പറഞ്ഞത് 7 സെൻറ്റിലായിട്ട് 3250 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമോട് കൂട്ടുള്ള കോമൺ അമിനിറ്റീസ് എല്ലാം കൂടിയിട്ടുള്ള ഒരു പ്രീമിയം ടൈപ്പ് വില്ല. അതുപോലെ തന്നെ എൻ്റെ ബാക്കിൽ കാണുന്ന സ്വിമ്മിംഗ് പൂളുണ്ട്, അതുപോലെ ജിമ്മ്, കോൺഫറൻസ് ഹാള്, 24 hours സെക്യൂരിറ്റി സർവീസ്, അതുപോലെ തന്നെ എല്ലാ കോമൺ അമിനിറ്റീസുള്ള പ്രീമിയം വില്ല. ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യല്ല, ഈ പ്രോഡക്റ്റ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യല്ല. വില്ല കമ്മ്യൂണിറ്റി ആഗ്രഹിക്കുന്നവർക്ക്, വില്ലയ്ക്കകത്തൊരു പ്രോപ്പർട്ടി ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു വാല്യുബിൾ പ്രോപ്പർട്ടി എന്ന അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കും തരത്തിലേക്കുള്ള ഒരു ക്വാളിറ്റിയുള്ള വില്ല. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറയുന്നത് 1,30,00,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ട് വീഡിയോ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക.